ആൻറ്റോ, ഇപ്പോൾ ഊബർ ഡ്രൈവർമാരോട് അനീതിയാണോ നടക്കുന്നത്? ഞാൻ വിചാരിക്കുന്നത് ഡ്രൈവർമാരോട് അനീതി എന്ന് പറയാനായിരിക്കും ശരി എന്നുള്ളതാണ്. യുവ ഡ്രൈവർമാർ മാത്രം എന്നുള്ളതല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഓൺലൈൻ ടാക്സി ലോകത്തൊരു പുതിയ ട്രെൻഡായിട്ട് വരികയാണ്. നമ്മൾ അതിനോട് ആഭിമുഖ്യം പ്രാപിക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്കിപ്പം യൂബർ ടാക്സികൾ വേണ്ട, അല്ലെങ്കിൽ ഓൺലൈൻ ടാക്സികൾ വേണ്ട എന്നൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കൂടുതൽ ടാക്സി ഡ്രൈവർമാരും ഇപ്പോൾ പുതിയ വന്ന ആൾക്കാരാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ യൂബർ ടാക്സികളെല്ലാം എടുത്തിറങ്ങിയിരിക്കുന്നത്. പരമ്പരാഗതമായി ടാക്സികൾ ഓടിച്ചിരിക്കുന്നത് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ എയർപോർട്ടൊക്കെ കേന്ദ്രീകരിച്ച്, അല്ലെങ്കിൽ ടൗൺ സിറ്റി കേന്ദ്രീകരിച്ചൊക്കെ പ്രവർത്തിക്കുന്നവരാണ് പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരെന്ന് പറയുന്നത്. അവരെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ ഒരു സാങ്കേതികത്വം കാര്യമായിട്ട് അറിയില്ല. 19 വയസ്സിന് മേലെയുള്ള ആൾക്കാർക്കാണ് അവർക്ക് ഈ യൂബർ ഓൺലൈൻ നോക്കി വാഹനം ഓടിക്കാൻ കഴിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതിനോട് പെട്ടെന്ന് താരതമ്യം പ്രാപിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതിന് ഇവർക്ക് എന്താ ചെയ്യാൻ കഴിയുക? അവർക്കത് ഞങ്ങളുടെ ഏരിയയിൽ വന്ന് എടുക്കരുത് എന്ന് പറയാൻ മാത്രമേ കഴിയുള്ളൂ. നിങ്ങൾ ആൾക്കാരെ എടുത്തോളൂ, പക്ഷേ ഈ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്ന് എടുക്കരുത്, കാരണം ഞങ്ങളിവിടെ ഓടുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് നിങ്ങൾ എടുക്കരുത്, ഞങ്ങളവിടെ ഓടുന്നുണ്ട് എന്ന് പറയുകയാണ്. പക്ഷേ ഈ ഓൺലൈൻ ടാക്സിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനല്ലല്ലോ തീരുമാനിക്കുന്നത്. ആരാണോ യാത്രക്കാരൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്നും ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നും ബുക്ക് ചെയ്താൽ അവിടേക്ക് വരികയല്ലാതെ വേറെ അവൻ്റെ മുൻപിൽ മാറുകയില്ല. അവിടെ എടുക്കാൻ വരുന്ന സമയത്ത് ടാക്സി ഡ്രൈവർമാർ തടയുകയാണ്, ഇവിടെ എടുക്കാൻ കഴിയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിനെന്താ ഒരു മാനദണ്ഡം? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൻ്റെ മാനദണ്ഡം ഈ പറഞ്ഞ പോലെ ഗണേഷ് കുമാർ പറഞ്ഞതുപോലെ ചട്ടം അനുസരിച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മാത്രം തീരുമോ? ചട്ടത്തിൽ രജിസ്റ്റർ ചെയ്താലും ഇവർക്ക് ഓടാം എന്നുള്ളത് തന്നെയല്ലേ പിന്നെ വരാൻ പോകുന്നത്. അതിനൊരു അതിനൊരു ധാരണയൊന്നുമില്ല. നിയമം അനുസരിച്ച് പ്രവർത്തിക്കണം എന്നല്ലേ മന്ത്രിക്ക് പറയാൻ കഴിയുള്ളൂ. കേരളത്തിൽ ഞങ്ങളൊരു കേന്ദ്ര നിയമമുണ്ട്, നിയമത്തിനനുസരിച്ച് ഇവിടെ ഒരു ചട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇവിടെ റൂൾസ് ഉണ്ട്. ആ റൂൾസിന് അനുസരിച്ച് മാത്രമേ ഈ ഊബറിനും ഓലയ്ക്കൊക്കെ നടത്താൻ കഴിയുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം. അതിനേക്കാൾ അപ്പുറം എവിടുന്ന് ക്ലയൻറ്റിനെ എടുക്കണം, എവിടുന്ന് യാത്രക്കാരനെ പിക്ക് ചെയ്യണം എന്നുള്ളത് മന്ത്രിക്ക് പറയാൻ കഴിയുമോ? അതാണ് പ്രശ്നം ശരിക്കും. ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഒരു ടാക്സി സ്റ്റാൻഡ് ഇല്ലാത്തൊരു സ്ഥലത്തു നിന്ന് ഒരു യാത്രക്കാരനെ പിക്ക് ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവിടെയും തടയാനില്ല, അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. ഒരു ഫ്ലാറ്റിൽ നിന്ന് ഇപ്പോൾ ഞാൻ പറയാം, രാത്രി 12 മണിക്ക് എനിക്ക് എയർപോർട്ടിൽ പോകണം. രാത്രി 12 മണിക്ക് എയർപോർട്ടിൽ പോകണമെങ്കിൽ നമുക്ക് ഫ്ലാറ്റിന് താഴെ ഇറങ്ങി ഇന്നൊരു ഊബർ ബുക്ക് ചെയ്ത ഊബർ വന്ന് നമ്മളെ കൂട്ടി എയർപോർട്ടിൽ കൊണ്ടുവിടും. പക്ഷേ ഒരു ടാക്സിക്കാരൻ നമുക്ക് അങ്ങനെ വിളിച്ചു വരുത്താൻ പറ്റുമോ? കാരണം അദ്ദേഹം 6 മണി കഴിഞ്ഞിട്ട് 8 മണിക്ക് വീട്ടിൽ പോയി കിടന്നുറങ്ങും. കാരണം ഇത് 24 മണിക്കൂർ റൺ ചെയ്യുന്ന ഒരു സ്ഥാപനമായി അല്ലെങ്കിൽ ഒരു സംവിധാനമായിട്ട് ഈ ഓൺലൈൻ ടാക്സികൾ മാറിയിട്ടുണ്ട്. രാത്രി ഓടുന്നവരുണ്ട്, രാവിലെ ഓടുന്നവരുണ്ട്, പകൽ ഓടുന്നവരുണ്ട്, ട്രാഫിക്ക് കുറഞ്ഞ സമയത്ത് ഓടുന്നവരുണ്ട്. അങ്ങനെ പല സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തെ എങ്ങനെ ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. അതിന് എളുപ്പം എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 വിഭാഗങ്ങളെയും വിളിച്ചിരുത്തി ചർച്ച നടത്തി പ്രായോഗികമായ ഒരു സംവിധാനത്തിൽ നിർത്തി നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ജിമ്മി സാർ നേരത്തെ പറഞ്ഞ പോലെ ഈ കമ്പനികൾ രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് യൂബർ ഡ്രൈവർമാരെ ഓടാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ കമ്പനികൾ രജിസ്റ്റർ ചെയ്യാതെയാണ് ഈ സംവിധാനം നടത്തുന്നത്. അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം. കാരണം കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിനെതിരെ ക്രിമിനൽ കേസ് എടുത്ത് നടപടി സ്വീകരിക്കുകയല്ല വേണ്ടത്, അവർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. അതാണ് ശരിക്കും ഈ സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം കേരളത്തിലെ ടാക്സി ഡ്രൈവർമാരൊന്നും യൂബർ ഡ്രൈവർമാരൊന്നും ഓടണ്ട, ഓൺലൈൻ ഡ്രൈവർമാരൊന്നും ഓടണ്ട എന്ന് തീരുമാനിച്ചാൽ ഇവർ ഈ 20,000 രൂപയും 30,000 അടവടയ്ക്കാം എന്ന് പറഞ്ഞിട്ട് യൂബർ ഓടി തിരിച്ചടയ്ക്കാം എന്ന് പറഞ്ഞ് ലോൺ എടുത്തിട്ട് ടാക്സി എടുത്തവരാണ് ഈ 80% ആൾക്കാർക്കും. അപ്പോൾ ഈ ടാക്സികളെല്ലാം ഇപ്പോൾ ശരി, ഓൺലൈൻ യൂബർ സംവിധാനങ്ങളൊന്നും കേരളത്തിൽ ഓടണ്ടെന്ന് നിശ്ചയിച്ചു. ഈ ടാക്സികളെല്ലാം കൂടി ഈ ടാക്സി സ്റ്റാൻഡിലേക്ക് വന്നാൽ ഓട്ടം ഉണ്ടാവുമോ? ഇപ്പോൾ ഒരു 10 ടാക്സിയാണുള്ളെങ്കിൽ 200 ടാക്സി വരും ഒരു സ്റ്റാൻഡിൽ. കാരണം ആ ഏരിയ അത്രയും വണ്ടിയിൽ ഓടുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി സിറ്റിക്കകത്ത് എത്രയെങ്ങാനും യൂബർ ഓല ടാക്സിയിൽ ഓടുന്നുണ്ട്, തിരുവനന്തപുരത്ത് ഓടുന്നുണ്ട്. ഇവരെല്ലാം ഓൺലൈൻ പരിപാടി നിർത്തി ടാക്സി സ്റ്റാൻഡിലേക്ക് വന്ന് ഓടാം എന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഓട്ടോ ഡ്രൈവർ ഇപ്പോൾ യൂബർ ഓട്ടോയുടെ ഭാഗമായി, ഓട്ടോ യൂബറിൻ്റെ ഭാഗമായി. ഇപ്പോൾ അവരെ കൂടെ വിളിച്ചാൽ വരുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ പറയുന്നത് വലിയ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായി ഇതിനെ വലുതാക്കുകയല്ല വേണ്ടത്. ഇപ്പോൾ ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് നമുക്ക് മൂന്നാറിലേക്ക് യാത്ര പോകണം. മൂന്നാറിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ ഔട്ട്സൈഡ് സിറ്റിയാണ്. ഔട്ട്സൈഡ് സിറ്റിക്ക് യൂബറിൻ്റെ റേറ്റ് വേറെയാണ്. ചിലപ്പോൾ അത് 6 മണിക്കൂറോ 8 മണിക്കൂറോ ഒക്കെ ആയിരിക്കാം. നോർമലി അവരെ സംബന്ധിച്ചിടത്തോളം ഇവിടുന്ന് നേരെ മൂന്നാറിൽ പോയി, മൂന്നാറിൽ നിന്ന് അവർക്ക് അവിടുന്ന് കാലിയടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരാൻ കഴിയില്ലല്ലോ, ആളില്ലാതെ തിരിച്ച് വരാൻ കഴിയില്ല. അപ്പോൾ അവരെ കിടന്നിട്ട് അവിടുന്ന് 2 പേരെയും കൂടി എടുത്തിട്ട് അവരിങ്ങോട്ട് വരും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അത് അവരൊരു വരുമാന മാർഗ്ഗമാണ്. പക്ഷേ മൂന്നാറിൽ ടാക്സി അടിക്കുന്ന ടാക്സി ഡ്രൈവർമാരെ സംബന്ധിച്ചിടത്തോളം എന്താ, അവരെ സംബന്ധിച്ച് അവർക്ക് എറണാകുളത്തേക്ക് ഓട്ടം പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഇവിടുന്ന് ഒരാൾ അവിടെ ആളെ ഇറക്കുന്നു, അവിടുന്ന് ആളെ കയറ്റി തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇതെങ്ങനെ മാനേജ് ചെയ്യപ്പെടും എന്നുള്ളത്, അവിടെയാണ് ഒരു മന്ത്രിയുടെ ബുദ്ധി പ്രയോഗിക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. അതിന് എങ്ങനെ നിലപാട് സ്വീകരിക്കാൻ പറ്റും? ഗണേഷ് കുമാറിന് നല്ല രീതിയിൽ അങ്ങനെ കാര്യങ്ങൾ പ്രാപ്തിയോടുകൂടി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു മന്ത്രിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അത്യാവശ്യം ഇപ്പോൾ നമ്മൾ KSRTC കുറേ നാളുകൾ ശമ്പളം ഇല്ലാതെ കിടക്കുകയായിരുന്നു. നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് KSRTC. ഇപ്പോൾ
നല്ല രീതിയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. കാരണം ശമ്പളം പോലും കൊടുക്കാൻ പൈസ ഇല്ലാതെ നിന്ന KSRTCനെ ഈ ലെവലിലേക്ക് ഗണേഷ് കുമാറിനെ കൂട്ടാൻ പറ്റിയിട്ടുണ്ട്. വലിയ രീതിയിൽ സമരങ്ങൾ നടക്കുന്നില്ല, നല്ല രീതിയിൽ കാര്യങ്ങൾ നടപ്പിലാക്കി പോകുന്നുണ്ട്. ഗണേഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ബസ്സുകൾ ഇറങ്ങുന്നുണ്ട്, യാത്രാ സംവിധാനങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം KSRTC എന്ന് പറയുന്ന ഒരു പൊതു സംവിധാനത്തെ നല്ല രീതിയിൽ ഉയർത്താൻ കഴിഞ്ഞൊരു മന്ത്രിക്ക് ഇതൊക്കെ സിമ്പിളായി തീർക്കാൻ കഴിയുന്ന കാര്യമുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ പുള്ളിക്ക് പാളിപ്പോയി. ആദ്യം തന്നെ യൂബറിന് ഓടാമെന്ന് പറഞ്ഞു പുള്ളി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നോക്കുമ്പോൾ തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ എതിർപ്പ് വന്നു. ആ സമയത്ത് ഓടാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ വിചാരിക്കുന്നതെന്ന് അറിയോ, ഇപ്പം അദ്ദേഹം തന്നെ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത്, രണ്ട് വിഭാഗങ്ങളെ വിളിച്ചിരുത്തി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ധാരണയുള്ള രണ്ട് വിഭാഗങ്ങളെ വിളിച്ചിരുത്തി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റും. ഇത് നിയമം, ഇത് യൂബറും ഓലയും നിയമം പാസ്സാക്കി ഒരു 5 കോടി ഡിപ്പോസിറ്റ് ചെയ്ത് ഓടിക്കോളാൻ 5 ലക്ഷം രൂപ ഡിപ്പോസിറ്റ് ചെയ്ത് ഓടിക്കോളാൻ പറഞ്ഞാൽ മാത്രം തീരുന്ന പ്രശ്നമല്ല. അപ്പം ജിമ്മി സാർ നേരത്തെ പറഞ്ഞു 20%, 80%, 20%, 80% കാർ ഡ്രൈവർക്കും 20% പിന്നെ കമ്പനിക്കാർക്കും കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അത് 16-20 പറഞ്ഞ് അതൊക്കെ ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാണ്. അതൊക്കെ കമ്പനിയായിട്ട് ഡിസ്കസ് ചെയ്ത് തീർക്കാൻ കഴിയുമായിരിക്കും ചിലപ്പോൾ. പക്ഷേ ഈ എവിടുന്ന് പിക്ക് ചെയ്യും, എവിടുന്നാണ് ഈ ടാക്സി ഡ്രൈവർമാർക്ക് ഓട്ടം പറ്റില്ല എന്നുള്ളത്. അപ്പം ഞാൻ വേണമെങ്കിൽ പറയാം, ഇപ്പം ബാംഗ്ലൂർ എയർപോർട്ടിൽ പോയാൽ എയർപോർട്ടിൻ്റെ അകത്ത് നിന്നും ഓലക്കാർക്ക് എടുക്കാൻ പറ്റില്ല. എയർപോർട്ടിൻ്റെ അകത്ത് എടുക്കാൻ കഴിയുന്നവർക്ക് പിന്നെ അവിടുത്തെ ടാക്സിക്കാർക്ക് മാത്രമേ. എയർപോർട്ട് പുറത്ത് നമ്മൾ ഇറങ്ങി നിന്നാൽ നമുക്ക് ബുക്ക് ചെയ്തിട്ട് നമുക്ക് വണ്ടി കൊണ്ട് വരാം. അപ്പം ഇപ്പോൾ കോഴിക്കോട് പിന്നെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ടെന്ന് വെക്കുക, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി ടാക്സികൾക്ക് പാർക്ക് ചെയ്യാം. അവർക്ക് ഇറങ്ങി വരുന്നവർക്ക് ഈ ടാക്സി വിളിച്ച് പോവുകയും സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്നവർക്ക് വേണമെങ്കിൽ ഓല യൂബർ ബുക്ക് ചെയ്ത് പോവുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കണം കേരളത്തിൽ. ചെന്നൈയിൽ അങ്ങനെയാണ്. പല സംസ്ഥാനങ്ങൾ അങ്ങനെ ഒരു പുതിയ സംവിധാനം ഉണ്ടാക്കി ഇവർക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ, അടിയുണ്ടാക്കാത്ത രീതിയിൽ. അപ്പം നമ്മളിപ്പോൾ ചെന്നൈയിൽ പോയിട്ട് അല്ലെങ്കിൽ മുംബൈയിൽ പോയിട്ട് എയർപോർട്ടിൻ്റെ അകത്ത് നിന്ന് യൂബർ വിളിച്ച യൂബർ ഉള്ളിലോട്ട് വരില്ല. അവർ പറയും നമ്മളോട്, നിങ്ങൾ പുറത്തേക്ക് വാ, ഞങ്ങളുടെ ബേ ഇതാണ്, ആ ബേയിൽ വന്നു നിന്നാലേ ഞങ്ങൾക്ക് എടുക്കാൻ കഴിയുള്ളൂ. ഉള്ളിൽ നിന്നാണെങ്കിൽ ഉള്ളിൽ നിങ്ങൾക്ക് അവിടെ ടാക്സി ഉണ്ട്, അവിടുന്ന് വിളിച്ചോളാൻ അവർ പറയുക. അത് പറയാം. അതുപോലെ തന്നെ അങ്ങനെ ഉള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ടാക്സി ക്യാൻസൽ ചെയ്താൽ ഈ പൈസ ആർക്ക് നഷ്ടപ്പെടും? ഈ ബുക്ക് ചെയ്യുന്ന ആളാണ് നമ്മൾ ഒഴിവാക്കുന്നതെങ്കിൽ, ബുക്ക് ചെയ്യുന്ന ആളാണ് ടാക്സി വേണ്ട നിശ്ചയിക്കുന്നതെങ്കിൽ 50 രൂപ ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യും, 50 നിശ്ചിത പൈസ കട്ട് ചെയ്യും. ഇത് കാർ ഡ്രൈവറാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അവൻ പ്രശ്നമില്ലാത്ത കാർ ഡ്രൈവർ ഇത് കട്ട് ചെയ്ത് അവൻ്റെ കയ്യിൽ പൈസ പോകാൻ നിൽക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിനൊക്കെ ഒരു കമ്പനികളുമായിട്ട് ധാരണയുണ്ടാക്കി കട്ട് ചെയ്താൽ പൈസ പോകാത്ത രീതിയിലൊക്കെ ധാരണയുണ്ടാക്കി കൈകാര്യം ചെയ്യുകയാണ് വേണ്ടത്. ഇതല്ലാതെ നിങ്ങൾ ഒറ്റയടിക്ക് പറയുകയാണ് കേരളത്തിലെ യൂബർ ഡ്രൈവർമാരും ഓല ഡ്രൈവർമാരും ഓൺലൈൻ ഡ്രൈവർമാരും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന ഭവിഷ്യത്ത് വളരെയാണ്. കാരണം എന്താണ്, അത് അങ്ങനെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞാൽ മറ്റേ വിഭാഗത്തിന് വളരെ സ്ട്രോങ് ആയ ഒരു നിലപാട് വന്നു. കാരണം സർക്കാർ നിങ്ങളോട് ഓടരുതെന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ ഈ ഓടുന്നത്, അതുകൊണ്ട് ഓടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു നിർത്തും. അത് സ്വാഭാവികമാണ്. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടുപേരെയും, കാരണം ഞാൻ പറയുന്നത് പിന്നെ എന്നോട് കുറച്ച് നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി ഒരാളെ വിളിച്ചു. അപ്പം അവിടുത്തെ അച്ഛൻ ടാക്സി ഡ്രൈവറും മകൻ ഈ യൂബർ ഓടിക്കുന്ന ഡ്രൈവർ, 2 വണ്ടിയാണ് ഒരു വീട്ടിലുള്ളത്. അപ്പം ഈ അടി വീട്ടിൽ വന്നാൽ ഉണ്ടാവുമോ? അച്ഛനും മകനും തമ്മിൽ ഉണ്ടാവുമോ? മകൻ ഇറങ്ങണ്ട, നാളെ തുടങ്ങി മകൻ ഇറങ്ങേണ്ട, അച്ഛൻ മാത്രം ഇറങ്ങിയാൽ മതി. ഇത് തന്നെയാണ് കേരളത്തിൻ്റെ പൊതു അവസ്ഥ. രണ്ടുപേരും ഡ്രൈവർമാരാണ്, രണ്ടുപേരും ഇത് വെച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത്, ഇതുമായിട്ടാണ് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അതിനകത്ത് അല്ലാതെ നിയമം കൊണ്ട് നേരിടാൻ പറ്റിയ ഒരു വിഷയമേ അല്ല ഓൺലൈൻ ടാക്സി യൂബർ പ്രശ്നം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന പരമ്പരാഗത ടാക്സി ഡ്രൈവർമാരുടെ പ്രശ്നം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പം സ്വിഗ്ഗി സൊമാറ്റോ പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പൂട്ടാൻ കഴിയുമോ നമുക്ക്? ഇപ്പോൾ ആരെങ്കിലും വൈകുന്നേരം വീട്ടിൽ, ഇപ്പം നമ്മളിപ്പോൾ ഫ്ലാറ്റിൽ നിന്ന് ഓഫീസിൽ നിന്ന് വീട്ടിൽ പോയാൽ ഫുഡ് അവിടെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്യാണ്. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് വീട്ടിൽ ഫുഡ് എത്തും. ഇപ്പോൾ നാളെ തുടങ്ങി പറയുകയാണ് നിങ്ങളെല്ലാം ഹോട്ടലിൽ പോയി കഴിച്ചോളാം പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റുമോ? പറ്റൂലല്ലോ. അപ്പോൾ ഇതിനൊക്കെ കാരണം ലോകം വളരുന്നതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ, ഒരു സ്റ്റേറ്റ് വളരുന്നതിൻ്റെ ഭാഗമാണ്. ഇപ്പം ഇവിടെ നിന്നും കൊച്ചിയിൽ നിന്നും ഒരു യൂബർ ടാക്സി വിളിച്ച് മൂന്നാറിലേക്കും വയനാട്ടിലേക്കും ഒക്കെ പോകുന്ന രീതിയിൽ നമ്മുടെ സംസ്ഥാനം വളർന്നു, നമ്മുടെ ടൂറിസം വളർന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതിന് വേണ്ട സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഈ പറയുന്ന ടാക്സി ഡ്രൈവർമാരെയും കൂടെ ഊബറിൻ്റെ ഭാഗമാക്കുക. ഇതല്ലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മിനിസ്റ്ററുടെ ഭാഗത്തുനിന്നും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ശക്തമായി പെട്ടെന്ന് സ്വീകരിക്കണം എന്ന് പറയുന്നത്. ഇത് റോട്ടിൽ കിടന്ന് തല്ലി അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് നീ അടി വാങ്ങുന്നത്? കാരണം 1000 രൂപ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട 2000 രൂപയ്ക്ക് താഴെയാണ് ഓടുന്നത്. അതിൻ്റെ അകത്ത് 80% കൊണ്ട് കമ്പനിയും കൊണ്ടുപോയി ബാക്കി 20% ഉണ്ടാവുക. അവരെ സംബന്ധിച്ചിടത്തോളം ദിവസക്കൂലിയിട്ട് താഴെയാണ് കയ്യിൽ കിട്ടുന്നുണ്ടാവുക. ചിലപ്പം ഇതുകൊണ്ടായിരിക്കും ജീവിക്കേണ്ടി വരിക. അതിനിടയ്ക്ക് അടി മേടിച്ച് ഹോസ്പിറ്റലിൽ പോയി കിടന്ന് കേസ് നടത്തുന്നേക്കാൾ എത്രയോ ബെറ്റർ. രണ്ടുപേരുടെയും നിസ്സഹായാവസ്ഥയും കൊണ്ടുണ്ടാകുന്ന പ്രശ്നമാണ് കേട്ടോ. അതിന് എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്ന് പറയുന്നത് പോലെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞ ഒരു മനഃപൂർവ്വം കൊണ്ട് ചെയ്താണെന്ന് തോന്നുന്നില്ല. ആദ്യം നോക്കിക്കഴിഞ്ഞപ്പം നമ്മളെ സാമാന്യ മര്യാദയ്ക്ക് ആലോചിച്ചാൽ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന കാര്യം എന്താ, എന്തിനാ പോയി ഊബർ ഓടുന്നതിന് പ്രശ്നം, എന്താണ് ഓൺലൈൻ ടാക്സി ഓടുന്നതിന് പ്രശ്നം എന്നാ ചിന്തിക്കുക. മിനിസ്റ്ററോട് ആദ്യം പോയി ചോദിച്ചപ്പോൾ അങ്ങനെ തന്നെ പറഞ്ഞു.
അതിന് ഇവിടെ നിയമങ്ങൾ ആരും ഒഴിവാക്കിയിട്ടൊന്നുമില്ലല്ലോ, തടഞ്ഞിട്ടില്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ലോ എന്നുള്ള കാര്യം വേറെ കാര്യം. പക്ഷേ അങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ നിയമമുണ്ടല്ലോ, ഇങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ അദ്ദേഹം ആ നിയമം വിളിച്ചു പറഞ്ഞു. ആ നിയമം കൊണ്ടും ഈ രണ്ട് പറഞ്ഞ കാര്യം കൊണ്ട് ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല. ഇനി ഇവർ ഒന്നിച്ച് തീരുമാനം ഇങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾ തീർത്തതും കേട്ടോ. ഇതിന് മുൻപ് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അങ്ങനെ ഉണ്ടായ സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ തീർക്കുകയാണ് ചെയ്തത്. അല്ലാതെ നിയമം ടാക്സി വേണ്ടെന്നോ യൂബർ വേണ്ടെന്നോ തീരുമാനിക്കുകയല്ല. അത് കോടതിയിൽ പോയപ്പോൾ കോടതി എന്താ പറഞ്ഞത്? 2013 കോടതി പറഞ്ഞത് യൂബർ ഓൺലൈൻ ടാക്സി നടത്തുന്നവർക്ക് സംരക്ഷണം കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനർത്ഥം എന്താ? കാരണം അവർക്ക് ഈ ഭരണഘടനയുടെ ഭാഗമായി യാത്ര ചെയ്യാനും തൊഴിലെടുക്കാനുള്ള അവസരമുണ്ട്. അതിനനുസരിച്ച് വലിയുള്ള സംവിധാനം ഉണ്ടാക്കാനാണ് കോടതി പറഞ്ഞത്. അത് തന്നെയാണ് നിയമവും. ഈ ചട്ടവും നിയമവും ഒക്കെ ഉണ്ടാക്കുന്നത് ജനങ്ങൾക്കും തൊഴിലാളികൾക്കൊക്കെ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഇവരെ ചർച്ച ചെയ്ത് തീരുമാനിക്കുക. അല്ലെങ്കിൽ പിന്നെ ഈ ഓൺലൈൻ ഈ ചട്ടം തന്നെ ഭേദഗതി വരുത്തേണ്ടി വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചട്ടം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം പരമ്പരാഗത ഡ്രൈവർമാർക്ക് എന്ത് ചട്ടമുള്ളത്? അവർക്കൊരു ചട്ടം വേണ്ടേ? ആ ചട്ടം എങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പം എത്രയും പെട്ടെന്ന് മന്ത്രി ചെയ്യേണ്ടത് ഒരു പ്രസ് മീറ്റ് വിളിച്ചിട്ട് ഇതിൻ്റെ എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കൊടുക്കുക ആദ്യകാര്യം. എന്നിട്ട് ഒരാഴ്ച കൊണ്ടോ 2 ആഴ്ച കൊണ്ടോ ഒരു കരട് സംവിധാനം ഉണ്ടാക്കി ആ കരട് സംവിധാനം 2 വിഭാഗങ്ങളെയും, കാരണം ഈ പരമ്പരാഗത തൊഴിലാളികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, ഇപ്പോൾ INTUC ഉണ്ട്, CITU പോലെയുള്ള സംഘടനകളെല്ലാം ഈ ടാക്സി ഡ്രൈവർമാരുടെ ഭാഗമായിട്ടുണ്ട്. 80% അങ്ങനെയുണ്ട്. അതിൽ തന്നെ ഓട്ടോ ഡ്രൈവർമാർ സിറ്റിയിൽ ഓടുന്ന ഓട്ടോ ഡ്രൈവർമാർ പകരും ഇപ്പോൾ യൂബറിൻ്റെ ഭാഗമായി കഴിഞ്ഞു. അപ്പം ഇത് പ്രശ്നങ്ങൾക്ക് അത് കുറച്ച് ദേഷ്യം കൂടുതൽ. കാരണം വൈകുന്നേരം വരെ ഓട്ടം കിട്ടാതെ കഷ്ടപ്പെട്ട് പിന്നെ ടാക്സിയിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഒരുത്തം വന്നിട്ട് ഒരു സൈഡിൽ നിന്ന് എടുത്തിട്ട് പോകുന്നുണ്ടാവുക. ഓട്ടോമാറ്റിക്കായി അവൻ്റെ ചോര തിളയ്ക്കും. കാരണം ഞാനിവിടെ കിടക്കുന്നത് എന്നാൽ പിന്നെ നിന്നെ പോലെ ഓടിയാൽ മതിയല്ലോ എന്നാണ് ചിന്തിക്കുക. അപ്പം ഇതിൽ നിന്ന് ഗവൺമെൻറ്റിന് അല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല കേട്ടോ. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.